നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. 15ാമത് തൃശൂർ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനും കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിനും മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. NK അക്ബർ MLA വെള്ളത്തിൽ ദീപം തെളിയിച്ചും ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയും ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചാവക്കാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൗൺസിലർ ബേബി ഫ്രാൻസിസ്, P നവീന, D ശ്രീജ, ഡോക്ടർ NJ ബിനോയ്, അക്കാദമിക് കോർഡിനേറ്റർ HSS വിഭാഗം TM ലത തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ശാസ്ത്രമേളയുടെ ലോഗോ തയ്യാറാക്കിയ പൂവത്തും കടവിൽ PK മുജീബ് റഹ്മാനെ ഉപഹാരം നൽകി ആദരിച്ചു. കുന്നംകുളത്തിന്റെ ദേശീയോത്സവമെന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളിപ്പെരുന്നാൾ വർണ്ണാഭം. മഴയുടെ ഭീഷണിയുണ്ടെങ്കിലും പെരുന്നാൾ ആരവത്തെ അതൊന്നും ബാധിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 7-ന് സന്ധ്യാനമസ്കാരം, പള്ളിനട കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, തുടർന്ന് ശ്ലൈഹിക വാഴ്വ്, ശേഷം നേർച്ച വിതരണവും നടന്നു. പെരുന്നാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, ആശീർവാദം, നേർച്ച എന്നിവ ഉണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപ്പൊലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. 43 പ്രാദേശിക ആഘോഷ കമ്മിറ്റികൾ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കും. 50-ൽ പരം ഗജവീരന്മാർ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത ആനകൾ മാത്രമേ കൂട്ടിയെഴുന്നള്ളിപ്പിൽ എത്തുകയുള്ളൂ. ചൊവ്വാഴ്ച വൈകിട്ട് 4:30 മുതലാണ് ആഘോഷത്തിന്റെ പെരുമയുള്ള അവിസ്മരണീയ കാഴ്ചയുണ്ടാവുക. വൈകിട്ട് 6 മണിക്ക് ധൂപപ്രാർത്ഥനയോടുകൂടി പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ CCTV പ്രാദേശികം ചാനലിലൂടെയും YouTube ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 4,20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 12 മീറ്റർ വീതിയിലും 3 സ്പാനുകളോടുകൂടി ആകെ 36 മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് 1.50 മീറ്റർ വീതിയുള്ള നടപ്പാതയും 7.50 മീറ്റർ വീതിയുള്ള കാരേജ് വേയും നിർമ്മിക്കും. മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മേഴ്സിബിൾ പാലമായാണ് നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഇരുവശവും ടൈൽ വിരിച്ച് അപ്രോച്ച് നിർമ്മിക്കും. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. പാലം നിർമ്മാണത്തിന് 1.5 സെന്റ് സ്ഥലം വിട്ടുനൽകിയ പ്രഭാകരനുള്ള മൊമെന്റോ ഹരിദാസൻ ഏറ്റുവാങ്ങി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ VC ബിനോജ്, സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ, MK ജോസ്, MC ഐജു, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, BJP നേതാവ് അഭിലാഷ് തയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു. 2.5 കോടി രൂപ മുടക്കി പഴവൂർക്കുള്ള റോഡ്, വേലൂർ പഞ്ചായത്തിലെ നെല്ലുവായി നിന്ന് ആരംഭിച്ച് പഴവൂർക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും അധികം വൈകാതെ നമുക്ക് തുടങ്ങാനാവും മഴ പോയ എന്നുള്ള സന്തോഷ വർത്തമാനവും കൂടി ഞാൻ അറിയിക്കുക. 2 കാര്യങ്ങളാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 7 കോടിയുടെ വർക്ക്. ഒന്ന് ഇതും, ഒന്ന് വെള്ളറക്കാട് മുതൽ തിപ്പലശ്ശേരിക്ക് പോകുന്ന ഒരു കണക്റ്റഡ് റോഡ്, പഞ്ചായത്തിന്റെ റോഡുമാണ്. അപ്പോൾ ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. എരുമപ്പെട്ടിയിലെ LP സ്കൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊമ്പൻ കൊണാർക്ക് കണ്ണൻ ചരിഞ്ഞു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് തെക്കേപ്പുറത്തുള്ള കെട്ടുംതറയിൽ വെച്ച് ചരിഞ്ഞത്. കുറച്ച് നാളുകളായി എരണ്ടക്കെട്ട് ഉൾപ്പെടെയുള്ള അസുഖങ്ങളുമായി രോഗാവസ്ഥയിലായിരുന്നു. മരുന്നുകളോടും പ്രതികരിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്നു രാവിലെ ചരിഞ്ഞത്. കുന്നംകുളം സ്വദേശി ബിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ വികൃതമായി നിർമ്മിച്ചതിനെതിരെ പ്രതിഷേധം തുടരുന്നു. ഗാന്ധിയെ അപമാനിച്ച ഗുരുവായൂർ നഗരസഭ ഭരണ നേതൃത്വത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. നഗരസഭാ ചെയർമാന്റെ പ്രസ്താവന പ്രകാരം ജനമനസ്സുകളിലെ ഗാന്ധി പ്രതിമയാക്കി മാറ്റുന്നതുവരെ നിലവിലെ പ്രതിമ കാഴ്ചക്കാരിൽ നിന്ന് മറയ്ക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത്, നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, നഗരസഭാ കൗൺസിലർ ജീഷ്മ സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ഗാന്ധിയോടുള്ള അനാദരവ് പരിഹരിക്കാൻ നഗരസഭ അടിയന്തര നടപടിയെടുക്കണമെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാനെതിരെ പ്രതികരിക്കാതെ കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ സംഘപരിവാറിനെതിരെ കള്ളപ്രചരണവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഗാന്ധിജിയുടെ രൂപം വികലമാക്കിയത് സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണെന്ന പ്രതാപന്റെ വാദം രാഷ്ട്രീയ പാപ്പരത്വമാണ് സൂചിപ്പിക്കുന്നതെന്നും
അവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി ഒപ്പുവെച്ച് കേരളത്തിന്റെ മതേതര പൈതൃകത്തിന് പോറലേൽപ്പിച്ച LDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം സാദിഖ് പട്ടിക്കര, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, ജില്ലാ കമ്മിറ്റി അംഗം നസീർ കേച്ചേരി, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയെ നിയമിച്ചു. ദേശീയ ചെയർമാൻ ആംസ്ട്രോങ് ഫെർണാണ്ടോയുടെ അംഗീകാരത്തോടെ സംസ്ഥാന പ്രസിഡന്റ് G ലീലാകൃഷ്ണനാണ് നിയമനം നടത്തിയത്. നിലവിലെ ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. തൃശൂർ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ നിലവിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും കടപ്പുറം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാണ്. ആളൂർ അഹമ്മദിയ മിഷൻ ഹൗസിൽ ബോധവൽക്കരണ യോഗം നടത്തി. മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനാവശ്യമായ ഘടകങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. മൗലവി ഗുലാം അഹമ്മദ്, ഖലീലുള്ള എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. PM അബ്ബാസ് അധ്യക്ഷനായി. റുസ്തം അഹമ്മദി ഖുർആൻ പാരായണവും അയാൻ അഹമ്മദ് പദ്യവും ആലപിച്ചു. DYFI ചാലിശ്ശേരി ടൗൺ മേഖലാ സമ്മേളനം സമാപിച്ചു. കവുക്കോട് പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗായത്രി ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ലോക്കൽ സെക്രട്ടറി KR വിജയമ്മ, CPM തൃത്താല ഏരിയ അംഗം TM കുഞ്ഞുകുട്ടൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം ആനി വിനു, DYFI ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി VS ശിവാസ് എന്നിവർ സംസാരിച്ചു. പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രവീൺ, സെക്രട്ടറി സുധീഷ് കുമാർ, ട്രഷറർ ഷാൻ വിനു എന്നിവരെ തെരഞ്ഞെടുത്തു. വെള്ളക്കെട്ട് ദുരിതമൊഴിയാതെ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ കടിക്കാട് ഗ്രാമം 15, 17 വാർഡുകളിലെ വിവിധയിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. 2 വർഷത്തിലേറെയായി പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ലക്ഷം വീട് റോഡ്, അല്ലമീൻ റോഡ്, AKG റോഡ്, ചാക്കോലയിൽ റോഡ്, സഞ്ചാരം റോഡ് പ്രദേശങ്ങളിലെ 100-ലധികം കുടുംബങ്ങളും സർവീസ് റോഡ് ഉപഭോക്താക്കളുമാണ് ബുദ്ധിമുട്ടിലായത്. പ്രദേശത്തിന്റെ ഭൂപ്രകൃതി കണക്കിലെടുക്കാതെ അശാസ്ത്രീയമായി സർവീസ് റോഡും കാനയും നിർമ്മിച്ചിരിക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ആരോപണമുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ അധികൃതരും കോൺട്രാക്ടർമാരും ചേർന്ന് 10ഓളം യോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VU മുസ്തഫ, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, ജില്ലാ കമ്മിറ്റി അംഗം നസീർ കേച്ചേരി, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ 25ാം വാർഷികാഘോഷം കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഡോക്ടർ ജോവി ഊക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന് ചാരിറ്റി ഫണ്ട് കൈമാറി. ചാർട്ടർ മെമ്പർമാരെ ആദരിച്ചു. സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, ഡോക്ടർ സിബി ജോസ് ചുങ്കത്ത്, ഡോക്ടർ സുശാന്ത്, ഡോക്ടർ MA വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളുമുണ്ടായിരുന്നു. പറമ്പിക്കുളത്തെ ആദിവാസി ഊരുകളിൽ ദന്താരോഗ്യ ക്യാമ്പ്, അവർക്കാവശ്യമായ ടോർച്ചുകൾ, കമ്പിളികൾ എന്നിവ കേരള വനംവകുപ്പിന്റെ സഹകരണത്തോടെ വിതരണം തുടങ്ങിയ പരിപാടികളും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ചെയ്തുവരുന്നുണ്ട്. ജപ്പാൻ ട്രഡീഷണൽ കരാത്തെ അസോസിയേഷനിൽ നിന്ന് ഹൻഷി ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി അഡ്വക്കേറ്റ് KS മനോജ്. എമനങ്ങാട് ബോധിധർമ്മ JTK ഇന്ത്യ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമാണ് അഡ്വക്കേറ്റ് KS മനോജ്. കരാത്തയുടെ പാരമ്പര്യവും മൂല്യങ്ങളും ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിൽ നൽകിയ ദീർഘകാല സേവനവും സമർപ്പണവുമാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിന് അർഹനാക്കിയത്. ഒക്ടോബർ 17 മുതൽ 19 വരെ ജപ്പാനിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സെമിനാറിൽ വെച്ചാണ് ബഹുമതി ലഭിച്ചത്.
ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. മഞ്ചാടി എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KH കയ്യുമു, ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർമാരായ ഷൈനി ഷാജി, K ആഷിത, ജനപ്രതിനിധികൾ CDPO റോഷ്നി, സെക്രട്ടറി ഷിബുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര ഗ്രാമക്കുളം കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി വെള്ളിത്തിട്ട് കിഴക്കേടത്തുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് VR ദേവദാസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, രക്ഷാധികാരി MS ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 162 രൂപ. ചർമ്മം കടപ്പുറം തൊട്ടാപ്പിൽ പൊളിഞ്ചോട്ടിൽ താമസിച്ചിരുന്ന നിലവിൽ മാട്ടുമൽ താമസിക്കുന്ന ആരി ഗോപാലകൃഷ്ണൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ചന്ദ്ര സുബ്രഹ്മണ്യന്റെ മകൾ ബിന്ദുവാണ് ഭാര്യ. മിത്ര, പ്രിയ, ദീപു എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയമ്പാൽ മനന്തൻ വളപ്പിൽ പരേതനായ ബാലൻ ഭാര്യ ശാന്ത നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2 മണിക്ക് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.